ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഒരു സ്നാക്കാണെന്ന്. ഞാനിപ്പോൾ സ്നാക്സ് ഐറ്റംസ് കുറച്ച് ചെയ്യാറുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും സ്നാക്സിനോട് എത്രത്തോളം താല്പര്യമുണ്ടെന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാൻ സ്നാക്ക് കുറച്ച് ചെയ്യുന്നത്. അപ്പോൾ സ്നാക്സ് കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ സ്നാക്സ് ചെയ്യാം. ഞാനിപ്പോൾ മനസ്സിലാക്കിയത് കൂടുതൽ പേർക്കും കറിയാണ് താല്പര്യം എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ കറി റെസിപ്പീസ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തേത് ഒരു വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്കാണ്. ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്കാണ്. കുറച്ച് റവയും നമ്മുടെ വീട്ടിലുള്ള തേങ്ങയും 2 പഴുത്ത ഏത്തപ്പഴവും. ഏത്തപ്പഴം എല്ലായിടത്തും അവൈലബിൾ ആണ്, റവ അവൈലബിൾ ആണ്, തേങ്ങ അവൈലബിൾ ആണ്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ നന്നായിട്ട് പഴുത്ത തൊലി കറുത്തിട്ടുള്ള ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലുള്ള ഏത്തപ്പഴം തന്നെ എടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ കഴിക്കാൻ പറ്റില്ല എന്നുള്ള പാകത്തിലുള്ള ഏത്തപ്പഴം എടുക്കുക. അതിലേക്കായിട്ട് 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നെയ്യ് വേണം. നെയ്യുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് തീരുമാനിക്കാം. 2-3 ടീസ്പൂൺ ചേർക്കാം, ഇല്ലെങ്കിൽ 1.5 ടീസ്പൂൺ ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ നമുക്കൊരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് വേണം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം. പിന്നെ വേണ്ടത് ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചു വെച്ചതാണ്. നന്നായിട്ട് പൊടിച്ചു വെച്ചിരിക്കണം. ഇപ്പോൾ നമുക്ക് ആദ്യം ഈ പഴം ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. നന്നായിട്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കുക കേട്ടോ. എന്നാലേ ഈ ഒരു സ്നാക്ക് പെർഫെക്റ്റ് ആവുള്ളൂ. റവ ഞാൻ വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത്. വറുക്കാത്ത റവ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഈ പഴം ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പഴമെല്ലാം നമ്മളിതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത്രയും വലിപ്പമുള്ള പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ വലിപ്പത്തിൽ മതി. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പഴം വരട്ടിയെടുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നെയ്യ് ചേർക്കാം, ഇല്ലെങ്കിൽ ഉപ്പില്ലാത്ത ബട്ടർ ചേർക്കാം കേട്ടോ. എണ്ണയിലൊന്നും ചെയ്യരുത്. നെയ്യിലോ ഉപ്പില്ലാത്ത ബട്ടറിലോ ചെയ്താലാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നമ്മൾ 2 ചെറിയ പഴമല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നെയ്യ് ആവശ്യമില്ല. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുക്കാം. പഴം വലുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ സമയം എടുക്കും വഴറ്റിയെടുക്കാനായിട്ട്. ഇതാകുമ്പോൾ വേഗം ഒന്ന് വഴറ്റി കിട്ടും. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പഴത്തിൻ്റെ കളറൊന്ന് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. പഴം ഒന്ന് കളർ മാറി വന്നാൽ മതി. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ റവയുടെ കൂടെ കുക്കായി വന്നോളും. പഴം വേഗം തന്നെ കളർ മാറി തുടങ്ങും. ഒന്ന് യെല്ലോ കളറായി വരുമ്പോൾ, ബ്രൗൺ ഒന്നും ആവണ്ട, യെല്ലോ കളറായി വരുമ്പോൾ നമുക്ക് അടുത്തടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല പഴുത്ത പഴമാണെങ്കിൽ നിങ്ങൾ ആ പഴത്തിൻ്റെ മധുരം നോക്കിയതിന് ശേഷം മാത്രം പഞ്ചസാര ചേർക്കുക കേട്ടോ. ഇത് ഓവറായിട്ട് മധുരമുള്ള റെസിപ്പി അല്ല. ഓവറായിട്ട് മധുരം കൂടി പോയിട്ടുണ്ടെങ്കിൽ ഈ റെസിപ്പിക്ക് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ മധുരത്തിൽ കഴിക്കുകയാണ് എപ്പോഴും നല്ലത്. പഴത്തിൻ്റെ മധുരം അനുസരിച്ച് പഞ്ചസാര ചേർക്കുക. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും അത് മുഴുവൻ ചേർക്കില്ല. ഇത് നല്ല മധുരമുള്ള പഴമാണ്. അപ്പോൾ നമ്മുടെ പഴം ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി തുടങ്ങുന്നുണ്ട്. കണ്ടോ, മഞ്ഞ കളറൊക്കെ ആയി വരുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് കളർ ചേഞ്ച് ആയി വരട്ടെ. അപ്പോൾ നെയ്യ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് കൂടുതൽ ചേർക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ നമ്മൾ ബോൾസ് ആക്കി എടുക്കുമ്പോൾ കൂടുതൽ നെയ്യ് ചേർത്തിട്ടുണ്ടെങ്കിൽ ആ നെയ്യ് പുറത്തേക്ക് ചാടി വരും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നെയ്യിൽ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കാഷ്നട്ട് ആൽമണ്ട്സോ ഒക്കെ ചേർക്കാം. നമ്മളിപ്പോൾ അതൊന്നും ചെയ്യാതെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത് ഈ ഒരു റെസിപ്പി. കുറച്ച് റിച്ചായിട്ട് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ പ്രസൻറ്റ് ചെയ്യാനും വളരെ നല്ല റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ഇതാ നമ്മുടെ പഴം ഒരു 80% കളർ മാറി വരുന്നുണ്ട്. പഴം ഒന്ന് ഉടഞ്ഞും തുടങ്ങുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ ചെറിയൊരു മധുരം ചേർക്കുന്നുള്ളൂ. 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയെ ചേർത്തിട്ടുള്ളൂ. ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പഞ്ചസാര വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതിലെപ്പോൾ വേണമെങ്കിലും പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇന്ന സ്റ്റേജിൽ തന്നെ ചേർക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ പഴം നന്നായിട്ട് ഉടഞ്ഞു കിട്ടാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റവ ചേർക്കാം. റവ വറുത്തതോ വറുക്കാത്തതോ ആയാലും കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ റവ നമുക്ക് ഈ പഴത്തിൻ്റെ കൂടിയിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് പിന്നെ കുക്ക് ചെയ്യാനുള്ളതാണ്. റവ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ റവയൊന്ന് ചൂടായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പഴത്തിന് ചൂടുള്ളതുകൊണ്ട് തന്നെ വേഗം റവ ചൂടായി വന്നോളും.
അപ്പോൾ നിങ്ങൾ വിചാരിക്കാം ഇതുപോലെ തന്നെ കഴിക്കുകയാണെങ്കിൽ റവ റോ ടേസ്റ്റ് ഉണ്ടാവില്ലേ റവയുടെ നിന്ന്. ഇതുപോലെ തന്നെ നമ്മൾ കഴിക്കില്ല. നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് റവയൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ വെള്ളം, നിങ്ങൾ എത്ര റവ ചേർത്തു എന്നുള്ളതനുസരിച്ച് വെള്ളം ചേർക്കുക. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. റവയൊന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് വേണം നമുക്ക് വെള്ളം ചേർക്കാനായിട്ട്. റവ ചൂടായി തുടങ്ങുന്നുണ്ട്, നമുക്ക് വെള്ളം ചേർക്കാം. ഞാനൊരു 1/2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇനി റവയൊന്ന് കുക്കായി വരട്ടെ. റവ വേഗം തന്നെ കുക്കായി വരും, അധികം സമയം എടുക്കില്ല. വറുക്കാത്ത റവയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തൊന്ന് കുക്ക് ചെയ്തെടുത്തോളൂ. വറുത്ത റവയാകുമ്പോൾ വേഗം തന്നെ ഒരു 2 മിനിറ്റ് കൊണ്ട് കുക്കായി വന്നോളും. ഞാൻ ഫ്ലെയിം കുറച്ച് വെക്കുകയാണ്. ഇത്രയും സമയം ഹൈ ഫ്ലെയിമിലാണ് വെച്ചത്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ റവയൊന്ന് നന്നായിട്ട് കുക്കായി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി മറിച്ച്, അപ്പോൾ പഴം ഉടഞ്ഞു വരികയും ചെയ്തോളും. ഇപ്പോൾ നമ്മുടെ റവയൊക്കെ ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഏലക്കയും പഞ്ചസാരയും ചേർത്ത് പൊടിച്ചതാണ്. ഒരു 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക ഈ റവയുടെ കൂടെ ചേർത്ത്. ഇപ്പോൾ നമ്മുടെ റവയൊക്കെ ഒന്ന് കുക്കായി വരുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആവട്ടെ കേട്ടോ. റവ കുക്കായില്ല, പെർഫെക്റ്റായിട്ട് കുക്കായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ റവയുടെ പച്ചച്ചുവ വരും. അതുകൊണ്ടാണ് നമ്മൾ ഒന്നുകൂടി ഒന്ന് കുക്കായി വരട്ടെ എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ഏലക്കയും പഞ്ചസാരയും ഈ മിക്സിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ പിടിച്ചു വരണം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് തേങ്ങ ചിരവിയതാണ്. തേങ്ങ ചിരവിയത് ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതും ചേർത്ത് മിക്സ് ചെയ്യാം. ഈ തേങ്ങയൊക്കെ നമുക്ക് കുക്ക് ചെയ്ത് ചേർക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഉടനെ തന്നെ കഴിച്ചു തീർക്കുന്ന പലഹാരമാണ്. ഇന്ന് ഉണ്ടാക്കിയിട്ട് ഇന്ന് തന്നെ കഴിച്ചു തീർക്കുന്നതാണ്. ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്ന പലഹാരമല്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വാങ്ങിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നമുക്ക് കൂടുതൽ ദിവസം സൂക്ഷിച്ച് വയ്ക്കാനാണെങ്കിൽ ഇതിപ്പോൾ നമുക്ക് ഒരു ദിവസം വൈകുന്നേരം ചായ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ എളുപ്പത്തിലുള്ള ഒരു സ്നാക്ക്. ആ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഇനി തേങ്ങയും കൂടി മിക്സ് ആവട്ടെ. ഇനി നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം മധുരം കറക്റ്റാണോ എന്നുള്ളത്. മധുരം കുറവാണെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കണം കേട്ടോ വീണ്ടും. ഇപ്പോൾ മധുരം ആവശ്യത്തിനുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ചൂടോടുകൂടി തന്നെ ഇതൊന്ന് ഉരുട്ടിയെടുക്കണം. അധികം ചൂട് മാറുന്നതിന് മുന്നേ ഉരുട്ടണം കേട്ടോ. അപ്പോഴേ പെർഫെക്റ്റായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ബോൾസൊക്കെ ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. ചൂട് മാറിയിട്ട് ഉരുട്ടുകയാണെങ്കിൽ കറക്റ്റ് ആവില്ല. ഇപ്പോൾ റവയൊക്കെ കുക്കായതിൻ്റെ ഒരു ചൂടൊക്കെ ഉണ്ടല്ലോ, ഈ ചൂടിൽ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മിക്സ് ചൂടോടുകൂടി തന്നെ നമ്മളൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ബോൾസ് ആക്കി എടുക്കാം. ആദ്യം ബോൾസ് ആക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും ചൂടായതുകൊണ്ട്. അപ്പോൾ പെർഫെക്റ്റ് ഷേപ്പിലൊന്നും ആക്കണമെന്നില്ല. നമുക്കൊന്ന് ബോൾസിൻ്റെ ഒരു ഏകദേശം ഷേപ്പിലാക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെക്കാം. ലാസ്റ്റ് നമുക്ക് കറക്റ്റ് ഷേപ്പാക്കി എടുക്കാം. ഇപ്പോൾ ഒന്ന് നമുക്ക് ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ചൂട് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ഷേപ്പിൽ തന്നെ ആക്കിക്കോളൂ. ഞാനിപ്പോൾ കറക്റ്റ് ഷേപ്പിൽ തന്നെ ആക്കുകയാണ്. ആ ചൂടോടുകൂടി തന്നെ നമ്മുടെ കൈ ചെറുതായിട്ടൊന്ന് പൊള്ളും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുണ്ടോ, ഇത്രയുള്ള ബോളായിട്ടാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് വയ്ക്കാം. ഇതുപോലെ എല്ലാ ബോൾസും റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചൂട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആക്കി വയ്ക്കുക. ഒരു ഏകദേശം ബോളിൻ്റെ വലിപ്പത്തിലാക്കി എടുത്ത് വയ്ക്കുക. അതിനുശേഷം ചൂടൊന്ന് കുറഞ്ഞു വരുമ്പോൾ കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് ബോൾ ഷേപ്പ് ആക്കിയെടുക്കാം. അത് ഞാൻ എളുപ്പത്തിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. കൈ പൊള്ളുന്ന പ്രശ്നമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിതെല്ലാം ബോൾസ് ആക്കി എടുക്കട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. നമ്മുടെ ബോൾസ് എല്ലാം ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ഉരുട്ടിയതിന് ശേഷം കുറച്ച് തേങ്ങ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ബോൾ ഉണ്ടല്ലോ, ആ ബോളെടുത്ത് നമ്മുടെ തേങ്ങയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇതുപോലെ ഉരുട്ടിയെടുക്കുക. അപ്പോൾ പച്ചത്തേങ്ങയുടെ ടേസ്റ്റും കൂടി നമ്മുടെ ബോളിലേക്ക് പിടിച്ചു വരും. ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ദിവസം സൂക്ഷിച്ച് വയ്ക്കാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഉപയോഗിക്കുന്നത് മുഴുവൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയിരിക്കണം. നമ്മൾ ഈ പച്ചത്തേങ്ങ ഉപയോഗിച്ചിട്ട് ചെയ്യരുത്. അപ്പോൾ വേഗം മോശമായി പോകും, ഒരു ദിവസം ഇരിക്കുള്ളൂ. നമ്മളിതിപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ചായക്കൊരു സ്നാക്ക് എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാ ബോൾസും ഒന്ന് തേങ്ങയിൽ ഉരുട്ടിയെടുക്കട്ടെ. ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് കോട്ടായി വന്നാൽ മതി കേട്ടോ. ഒരുപാട് അങ്ങോട്ട് തേങ്ങ പൊതിഞ്ഞിരിക്കേണ്ട. ലൈറ്റായിട്ടൊരു കോട്ടിങ്
ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ലൈറ്റായിട്ട് കോട്ടായി വന്നിട്ടുണ്ട് 2 ബോൾസ്. ഇതുപോലെ ഞാൻ എല്ലാം കോട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഏത്തപ്പഴം ബോൾസ് എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ അളവിലുള്ള ബോൾസാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ 13 ബോൾസ് ഉണ്ടാക്കാം കേട്ടോ. ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വൈകുന്നേരത്തെ ചായപലഹാരം നമുക്ക് ഈ ഒരു 2 ഏത്തപ്പഴം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കാഷ്യൂനട്ട്സും ആൽമണ്ട്സും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അതിപ്പോൾ ഗസ്റ്റിന് പ്രസൻറ്റ് ചെയ്യാനാണെങ്കിൽ അതുപോലെ ചെയ്യാം, അല്ലെങ്കിൽ റൈസിൻസ് വയ്ക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ വ്യത്യാസം വരുത്താം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത്. അതുപോലെ ഇഷ്ടപ്പെട്ട റെസിപ്പികൾക്കൊക്കെ മറക്കാതെ ഒരു ലൈക്കും കൂടി തരണേ. പിന്നെ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഈസി ആയിട്ടുള്ള ഇതുപോലെയുള്ള റെസിപ്പികളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനും കൂടി കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.